സാത്താൻ്റെ വേദശാസ്ത്രം 84 സങ്കീർത്തനം 1 മുതൽ 12 വരെ. ചിന്തയ്ക്കായിട്ട് 5-ാം വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സാത്താനുമുണ്ട് വേദശാസ്ത്രം. അത് ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നവർക്ക് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വശാസ്ത്രം സാത്താൻ വിശദീകരിച്ചു കൊടുക്കാറുമുണ്ട്. ഈശ്വര സൃഷ്ടിയായ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തിന്മയാണെന്നും മനുഷ്യനെ അതിൽ നിന്ന് ഒഴിച്ചു നിർത്താനാവില്ലെന്നും തിന്മ നിമിത്തം മനുഷ്യൻ കഷ്ടത അനുഭവിക്കണമെന്നുള്ളത് ഈശ്വരേച്ഛയാണെന്നുമാണ് സാത്താൻ്റെ വേദശാസ്ത്രത്തിൻ്റെ സാരാംശം. മനുഷ്യൻ കഷ്ടപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യാൻ തക്കവണ്ണം പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് നേരാണെന്ന് വിശ്വസിച്ച് വശരാകുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെയാണ് സാത്താൻ സമീപിച്ച് തൻ്റെ വേദം ഓതാറുള്ളത്. ആധ്യാത്മിക ജീവിതം വെറുമൊരു മയക്കുതിയാണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പ്രകൃതികമായ എല്ലാ പ്രവണതകളും തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നും മനുഷ്യൻ്റെ പ്രകൃതി തന്നെ തിന്മയാണെന്നും അതുകൊണ്ട് പാപത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ലെന്നുമുള്ള നിഗമനത്തിൽ മനുഷ്യനെ എത്തിക്കുന്നു. എന്നാൽ ശരീര മനസ്സുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ക്ഷതങ്ങൾ, ആഘാതങ്ങൾ മുതലായവ വിഹിതമാണെന്ന് വെച്ച് നിരാശയിലാണ്ട് നിഷ്ക്രിയരായിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലരും ജീവിത നിഷേധികളായി തീരുകയും ചെയ്യുന്നു. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തിന്മകൾ ദൈവഹിതമാണെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുവാൻ സാത്താൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഉപയോഗിക്കുക. സാത്താൻ്റെ വേദശാസ്ത്രത്തിന് ചെവി കൊടുത്ത ഒരു യുവതിയുടെ കഥ കേൾക്കുക. നല്ല വടിവത്ത ശരീരം, പ്രായം 25 അടുത്തു വരും, ആരെയും ആകർഷിക്കാൻ പോരുന്ന അഴക്. പക്ഷേ അവളുടെ മുഖം കരിവാളിച്ചിരിക്കുന്നു. ഒരു മോട്ടോർ അപകടത്തിൽപ്പെട്ട് കവിൾ തടത്തിൽ പരുക്ക് പറ്റിയതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു വലിയ കറുത്ത പാട് അവളുടെ മുഖ സൗന്ദര്യത്തിന് തീരാ കളങ്കമായി അവശേഷിച്ചിരിക്കുന്നു. ആ യുവതി ഒരു പ്ലാസ്റ്റിക് സർജനെ സമീപിച്ചു. ആ ഡോക്ടർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. വിദഗ്ധമായ പ്ലാസ്റ്റിക് സർജറി മൂലം അവളുടെ കവിളിലെ പാട് നിശേഷം നീക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കെട്ടഴിച്ചു. ഡോക്ടർ മുഖം നോക്കുന്ന ഒരു കണ്ണാടി അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കവിളിലെ പാട് നിശേഷം മാറിയിരിക്കുന്നു. ആരാണ് അത്ഭുതപ്പെടാതിരിക്കുക? എന്നാൽ ആ യുവതിയിൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ ചോദിച്ചു. ഞാനൊരു മാറ്റവും കാണുന്നില്ല. ഡോക്ടർ ഇത് കേട്ടപ്പോൾ സ്തംഭിച്ചുപോയി. കവിളിൽ പാടുണ്ടായിരുന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന മുഖവും ഇപ്പോഴത്തെ ഏതും ഒരുപോലെയാണോ? കാഴ്ചയിൽ വ്യത്യാസമുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഒരു വ്യത്യാസവും തോന്നുന്നില്ല, യുവതി പ്രതികരിച്ചു. എന്നാൽ ആ യുവതിയുടെ പുറമേയുള്ള വടു മാത്രമേ ഡോക്ടർക്ക് മാറ്റാൻ കഴിഞ്ഞുള്ളൂ എന്നതായിരുന്നു വിചിത്രമായ അവളുടെ പ്രതികരണത്തിൻ്റെ രഹസ്യം. വാസ്തവത്തിൽ അവളുടെ മനസ്സിനെ വികൃതമാക്കിയ ഒരു വടു ഉണ്ടായിരുന്നു. തകർന്ന ഒരു പ്രണയ ബന്ധമായിരുന്നു അത്. ഇതുപോലെ മനസ്സിനെ ക്ഷതമേൽപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ പാടുകൾ പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. നാം സാത്താൻ്റെ വേദശാസ്ത്രത്തിന് ചെവി കൊടുത്തുകൊണ്ട് ജീവിത നിഷേധികളായി തീരുകയാണെങ്കിൽ ആര് വിചാരിച്ചാലും ഉള്ളിലുള്ള കറുത്ത പാടുകൾ മായ്ക്കുവാൻ സാധ്യമല്ല. ക്രിയാലോകമായി ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ദൈവം സമീപസ്ഥനായിരിക്കും. ആത്മധൈര്യം അവർക്ക് കൂട്ടിനെത്തുകയും ചെയ്യും. ഓർക്കണമേ, ദൈവഭയമാണ് നമ്മെ മനുഷ്യഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:6. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമയം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.